നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് പുതിയ ആക്ടേഴ്സ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവരുടെയൊക്കെ ഇതിനോടുള്ള അപ്രോച്ചും ആറ്റിറ്റ്യൂഡും എന്താണെന്നൊക്കെ അറിയാൻ എനിക്ക് എപ്പോഴും ഒരു ആകാംക്ഷ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരാളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ബാലതാരമായിട്ട് തുടങ്ങി ഇപ്പോൾ നായികാ സ്ഥാനത്ത് എത്തി നിൽക്കുന്ന മനസ രാധാകൃഷ്ണൻ. മനസ, നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു സൺഡേ ഫൺഡേ. താങ്ക് യു സോ മച്ച്. ഓൾമോസ്റ്റ് ഒരു 10-നടുത്ത് സിനിമകൾ ചെയ്തു. ചെറുതിലൂടെ തുടങ്ങിയ കാരണം ഇപ്പോ എത്തി നിൽക്കുന്നത് ഉറിയടി എന്ന് പറയുന്ന സിനിമയിലാണ്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് മൂവിയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ചെറുതിലെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് രഘുനാഥ് പലീരിയങ്ങളുടെ മൂവിയാണ് കണ്ണുനീരിന് മധുരം എന്ന് പറഞ്ഞിട്ട്. അപ്പം സിദ്ധു പനക്കൽ സിദ്ധുങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും നെയ്ബറും ആയിരുന്നു ട്രിവാൻഡ്രത്ത് വെച്ച്. അപ്പം ഞാൻ 10th വരെ ദുബായിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വെക്കേഷൻ ഒക്കെ വരുമ്പോഴാണ് ഇവരെല്ലാരെയും കാണുകയൊക്കെ ചെയ്യുന്നത്. അവിടെ ഡാൻസ് പഠിച്ചിരുന്നു ആശേഷിയുടെ ഡാൻസ് സ്കൂളിൽ ദുബായിൽ വെച്ചിട്ട് കൈരളി കലാകേന്ദ്ര. അപ്പൊ അങ്ങനെ അന്ന് ഞാൻ ഭയങ്കര വർത്താനവും ഇതൊക്കെ ആയിരുന്നു. അല്ല, ഇപ്പൊ വർത്താനം ഇല്ലാതല്ല, എന്നാലും അപ്പോഴാണ് സിദ്ധു അങ്കിള് പറഞ്ഞിട്ട് സിദ്ധു അങ്കിളിന് തോന്നി ചിലപ്പം ഒന്ന് ഓഡിഷന് പോവാൻ പറഞ്ഞു പലരിയങ്ങളുടെ അടുത്ത്. അങ്ങനെ പലരിയങ്ങള് എടുക്കുമ്പോഴാണ് തുടങ്ങുന്നത്. അതിനുശേഷം സെക്കൻഡ് ചെയ്ത മൂവി കടാക്ഷം എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി അങ്കിളുടെ മോളായിട്ട്. പിന്നെ ബാലതാരമായിട്ട് തുടങ്ങി, ഇപ്പൊ നായികയായിട്ട് നിൽക്കുകയാണ്. എന്താണ് ഉള്ളിൽ തോന്നുന്ന വികാരം? ഉള്ളിൽ തോന്നുന്ന വികാരം എന്താ, ചെറുതിലെ നല്ല സുഖമാണല്ലോ, കാരണം ടെൻഷൻ ഒന്നുമില്ല. എന്ത് ചെയ്താലും എല്ലാവരും കൈയടിക്കും. ഒരു ഡയലോഗൊക്കെ നിർത്താതെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുനീരിന് പകരത്തിന് അങ്ങനെയായിരുന്നു. പലരങ്ങളാണെങ്കിൽ പിന്നെ ഭയങ്കര സപ്പോർട്ടാണ്. ചെറിയ കുട്ടികളെ ഭയങ്കര കെയർ ചെയ്ത് നോക്കുന്ന ആളാണല്ലോ. അപ്പം ഒരു ഡയലോഗ് പറഞ്ഞു തന്നെ എനിക്ക് കൈയടിയൊക്കെ കിട്ടി. ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ വലുതാവും അങ്ങനെയല്ലല്ലോ, ഒരു ബിഗർ റെസ്പോൺസിബിലിറ്റി ആണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ഇപ്പൊ ഞാനിപ്പൊ സംസാരിക്കുന്ന പോലെ തന്നെ എല്ലാ ക്യാരക്ടറിനും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പം ഡയറക്ടർ പറയുന്ന ആ മാനറിസംസ് അഡാപ്റ്റ് ചെയ്യണം. അങ്ങനെ പിന്നെ സെറ്റ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ളത് ഏത് മൂവി ചെയ്യുമ്പോഴാണ്? അങ്ങനെ ഇപ്പൊ ഡയറക്ടർ പറയണ പോലെ ആക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ പെട്ടെന്ന് ചോദിച്ചാ ആദ്യമായിട്ട് ഒരു എന്താ ഭയങ്കര ലീഡെന്നോ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്യുന്നത് കാറ്റിലാണ്. അതെ, ആസിഫിക്കയുടെ പേരായിട്ട്. അതപ്പോ ടിയാൻ കഴിഞ്ഞിട്ടാണ് എന്നെ മുരളിയേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ അരുൺകുമാർ അരവിന്ദ് എന്നെ കാണാൻ പോകുന്നത്. അതൊക്കെ അപ്പോൾ ഞാനാദ്യം വിചാരിച്ച എന്തോ ക്യാരക്ടർ റോളിനായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പം ചെന്ന് ട്രിവാൻഡ്രത്താണ് കാണാൻ പോയത്. അപ്പോഴാണ് പറഞ്ഞത് ആസിഫിന്റെ പേരായിട്ടോ നോക്കുന്നത്. അത് കേട്ടത് എന്റെ കിളി പോയി. കാരണം ഞാനൊരു ക്യാരക്ടർ റോൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണല്ലോ പോകുന്നത്. എവിടെ ആ സഞ്ജീവ് നോക്കട്ടെ. സിനിമ പ്രാന്ത് ആരാ തലയിലേക്ക് കയറ്റി തന്നത്? എനിക്കറിയില്ല, തന്നെ വന്നത്. അല്ല, ദുബായില് പഠിച്ചു വളർന്ന ഒരു കുട്ടി അവിടെ എപ്പോഴും തിയേറ്ററിൽ പോയി സിനിമ കാണാറുണ്ടോ, അതോ TV ആയിരുന്നോ, അതോ അച്ഛനും അമ്മയ്ക്കും സിനിമയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എന്റെ ഫാമിലിയിൽ എന്റെ പപ്പയ്ക്കും അമ്മാമ്മയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ സിനിമ ഇഷ്ടം. അവർക്ക് ഭയങ്കര സിനിമ ഇഷ്ടമാണ്. പക്ഷെ അമ്മ പിന്നെ പഠിക്കണമല്ലോ, അവളില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ, അങ്ങനത്തെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ പപ്പയ്ക്കും അമ്മാമ്മയ്ക്കും സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചിലപ്പോൾ ആ ജീൻ കിട്ടിയതായിരിക്കും എനിക്ക്. ഞാനും TV-യിൽ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ അതുപോലെ നിന്ന് ചെയ്യുക, ഡാൻസ് കളിക്കുക, അങ്ങനത്തെ പല പരിപാടികളും. പിന്നെ റാമ്പ് ഒക്കെ അതൊക്കെ കണ്ടിട്ടാട്ടോ സിദ്ധുങ്ങള് എന്നെ പറഞ്ഞിടുന്നത്, ഇങ്ങനെ പരിചയങ്ങളിൽ പോയി കാണുന്നൊക്കെ ഉള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ട് അസോസിയേഷന്റെ പ്രോഗ്രാമിന് പോയിട്ട് ഞാൻ തന്നെ മൈക്ക് പിടിച്ച് വാങ്ങിച്ച നഴ്സറി റൈം അങ്ങനത്തെ ഒരാളായിരുന്നു. അത് ശരി. അപ്പം അതായിരിക്കും ചിലപ്പോ.